നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു മൾട്ടി പർപ്പസ് ടെലിസ്കോപ്പ് ലാഡറാണ്. അപ്പോൾ ഇതിന്റെ മെയിൻ ഉപയോഗം നമ്മുടെ വീടിനകത്തെ ആവശ്യങ്ങൾ, അതുപോലെ വീടിന് പുറത്തുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്കിത് മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഓഫീസിലോ അതുപോലെ എന്തെങ്കിലും ഷോപ്പുള്ളവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ലാഡറാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇപ്പൊ നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സൈസ് ഉള്ളു, വളരെ കോമ്പാക്റ്റ്. നമുക്ക് എവിടെയെങ്കിലും നമുക്ക് ചെറിയൊരു സ്പേസ് വന്നിട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ മാക്സിമം 20 feet വരെ ഇതിന് ഹൈറ്റ് കിട്ടും. ഈ ലാഡറിന്റെ അടിയിലൊരു പീസാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യണം. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുണ്ട്, ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് ഒന്ന് പൊട്ടിച്ച് കാണാം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണക്ട് ചെയ്തിട്ട് നമുക്കിത് ഇതുണ്ട്, 2 നട്ട് ബോൾട്ട് ഉണ്ട്, നമുക്ക് ഇതിട്ട് മുറുക്കണം. അപ്പോൾ നമുക്കത് നോക്കാം. ഇതാണ് കേട്ടോ അതിൻ്റെ ലോക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പീസ് എടുത്തിട്ട് ഇവിടെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പാർട്ട് താഴോട്ട് വരെ നമ്മൾ കണക്ട് ചെയ്യണം. ഇനി നമ്മളെ നട്ട് ബോൾട്ട് ഇട്ട് മുറുക്കി കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഇത് നേരെ വെക്കാം. നമുക്ക് ഇത് മുറുക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലത്തെ ഒരു പീസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുണ്ട്, ഇവിടെ ചെറിയൊരു ബെൽറ്റ് പോലെ സംഭവമുണ്ട്. നമ്മൾ ഇതങ്ങ് അയച്ചു കഴിഞ്ഞാൽ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമേ നമുക്കിത് എയർ സ്ട്രക്ചർ 2 രീതിയിൽ സെറ്റ് ചെയ്യാം. ഒന്ന് എയർ സ്ട്രക്ചർ സെറ്റ് ചെയ്യാം. ഇതുണ്ട്, ഇപ്പോൾ നമ്മൾ ഇത്രയും ഇടത്തേക്കും ഇത് ലോക്കായി. ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്കിത് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാവുന്നതാണ്. ഇതാണ് നമ്മുടെ ലോക്ക് വരുന്നുണ്ടോ, ഓരോ സ്റ്റെപ്പിനും ഓരോ ലോക്ക് ഉണ്ട്. അപ്പോൾ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ലോക്ക് ഇട്ട് വെക്കുക. ഇതിപ്പോൾ എല്ലാം അൺലോക്ക്ഡ് ആണ്. ഇത് നമുക്ക് ഈ ഒരു എൻഡ് വരെ നീക്കി കഴിഞ്ഞാൽ ലോക്കാണ്. ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ഇതിപ്പോൾ ലോക്ക് ആയതുണ്ട്. ഇതിനി താഴത്തില്ല. ഇതുണ്ട്, ഇത് 2 ലോക്കായി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതുപോലെ ഇപ്പോൾ ലോക്ക് ചെയ്യാം. നമ്മളിതുണ്ട് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം 10 അടി ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു എ സ്ട്രക്ചറാണ്. ഇനിയിപ്പോൾ നമ്മളിത് നമുക്കിതൊന്ന് കയറി നോക്കാം. ഇതാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഇപ്പം ഒരു എയർ സ്ട്രക്ചർ ഇവിടെ വെച്ചേക്കുന്നത്. വെച്ചിട്ട് നമ്മളിത് ലോക്ക് ചെയ്യുന്ന ഇതാണ് കേട്ടോ. ഇത് നമ്മൾ ഈ കമ്പിൽ ഇതുണ്ട്, ഇത് പിടിച്ച് ഇതിപ്പോൾ അൺലോക്കാണ്. ഇത് ഇനി പിടിച്ചത് അകത്തുമ്പോൾ ഇതുണ്ടോ, ഇപ്പം ലോക്കായത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ലോക്കിങ് വരുന്നത്. ഇതുണ്ട്, ഇപ്പം ഈ ഒരു സ്ക്വയർ പീസ് ഉണ്ട്, ഇത് ഈ ഒരു പൊസിഷനിൽ കിടക്കുമ്പം ഇത് ലോക്കാണ്. ഈ ഒരു പൊസിഷൻ ഇത് അൺലോക്ക് ആണെന്നുണ്ട്. ഇത് നമ്മളിത് ഈ ലിവർ വലിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ അൺലോക്കായി. നമുക്ക് 3 രീതിയിൽ ഇത് ലോക്ക് ചെയ്യാം. ഒന്ന് നമ്മൾ ആദ്യമേ വെച്ച പൊസിഷനിൽ, പിന്നെ ഇതുണ്ട് ഈ ഒരു ഇത്രയും വിടുത്ത ഒരു എയർ സ്ട്രക്ചർ നമുക്ക് ലോക്ക് ചെയ്യാം. ഇനിയുള്ള നമുക്ക് ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള പൊസിഷനിലും ഇത് ലോക്ക് ചെയ്യാം. ഇതുണ്ട്, നമ്മളിത് ആദ്യമേ വെച്ചത് കണ്ടോ, ഈ ഒരു പൊസിഷൻ നമ്മൾ ലോക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ലോക്ക് ചെയ്തത്. ഇനി ഒന്നും കൂടെ ഉണ്ട്, അത് സ്ട്രെയിറ്റ് പൊസിഷനാണ്, നമുക്കതോടെ ലോക്ക് ചെയ്യാം. ഇപ്പം നമ്മളിതുണ്ടോ, ഇത് ഫുൾ സ്ട്രെയിറ്റ് ആക്കി ഇപ്പം നമ്മളിത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് നമുക്ക് നിവർത്തി നോക്കാം. ഇപ്പം നമ്മൾ ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വലിയ പേജ് വേണം, അത്യാവശ്യം ഹാൻഡിൽ ആകട്ടെ. നമുക്കിതൊന്ന് ചാരി നോക്കാം. ഇപ്പം നമ്മളിതുണ്ടോ ഫുൾ സ്ട്രെച്ചിൽ നമ്മളിത് ചാരി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചാരുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതുണ്ട് ഇവിടുത്തെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഒരു മിനിമം ഒരു 75 ഡിഗ്രി വേണമല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് 150 കിലോ ആണ്. അപ്പോൾ നമുക്കിനി ഒന്ന് കയറി നോക്കാം.